ഹലോ നമസ്കാരം. നമുക്ക് ഇന്ന് ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. തിളച്ച വെള്ളം, അരിപ്പൊടി ആവശ്യത്തിന് എടുക്കുക. അതിലേക്ക് ഈ തിളച്ച വെള്ളം നമ്മൾ നേരിട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം അത് കുഴച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. നന്നായി സൂക്ഷിക്കുമല്ലോ. ഒരു ചട്ടകമെടുത്ത് നമ്മളത് നല്ല പോലെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് ഏകദേശം കുറച്ച് കുറയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായി നമ്മളൊരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചിരകിയെടുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഈ പരിപ്പൊടിയും തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാഴത്തോട്ടത്തിലേക്കൊന്ന് പോകാം. നമുക്ക് ആവശ്യമുള്ള ഇല, അപ്പോൾ ഇലയെല്ലാം ചീകി കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏലക്കായും ഒരു തരി പഞ്ചസാരയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഇടിച്ചെടുക്കുകയാണ്. ഏലക്കായയുടെ സ്മെല്ല് നമുക്കറിയാലോ, ഇലയിടയ്ക്കൊക്കെ അത് നല്ല അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇവിടെ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാവുന്നതാണ് മധുരത്തിന്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയുമാണ് ഈ തേങ്ങയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ ഇലയും എടുത്ത് അതിലേക്ക് വളരെ നൈസായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കത് പരത്തിയെടുക്കാവുന്നതാണ്. ഈ പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ലേശം വെള്ളം തെളിച്ചുകൊണ്ട് നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കി അതൊന്ന് പതുക്കെ പതുക്കെ അതിനെ എല്ലാം വശവും ഒരേപോലെ നൈസാവുന്ന രീതിയിൽ നമ്മൾ നല്ല പോലെ അതിനെ പരത്തി കൊടുക്കണം. അത്രയും നൈസായിട്ട് ഇരിക്കുന്നു, അത്രയ്ക്കും നമ്മുടെ ഇലയട വളരെ ടേസ്റ്റായിട്ട് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ നന്നായി അതെല്ലാം സൈഡും അതിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ പരത്തി കൊടുക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുന്നത്. ഇതിൽ തീരെ എണ്ണമയം നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, പിന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. എണ്ണയോ വറവോ ഒന്നുമില്ലല്ലോ ഇതിൽ. അങ്ങനെ നമ്മൾ നല്ല പോലെ അതിനെ പരത്തിയെടുക്കണം. കാരണം അതിൻ്റെ ഓരോ വശവും നന്നായി പരന്നില്ലെങ്കിൽ അതിന് കട്ടി കൂടി നിൽക്കുമല്ലോ, അപ്പോൾ അത് ടേസ്റ്റ് കാണില്ല. വളരെ നൈസാകുമ്പോഴാണ് അത് ടേസ്റ്റായിട്ട് വരുന്നത്. ഇലയട ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കണ്ട്, അറിയാത്തവർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം, എന്നാലും ആർക്കെങ്കിലും നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശേഷം നമ്മൾ ആവശ്യമുള്ള തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം. ചിലർക്ക് തേങ്ങ അധികം ഇഷ്ടമുണ്ടായിരിക്കില്ല, അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ലോണം തേങ്ങയൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് തേങ്ങയൊക്കെ ഇടുന്നത് നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മളത് അടച്ച് സെറ്റാക്കി. അപ്പോൾ ഏറ്റവും അറ്റത്തേക്ക് നമ്മൾ ആ തേങ്ങ വെക്കാത്തത് നമുക്ക് ആ 2 സൈഡും അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാനുള്ള എളുപ്പത്തിനാണ്. തേങ്ങ വന്നാൽ അതിനെ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മളത് ചേർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു വലിയൊരു പണിയാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടും. അതിനായിട്ട് നമ്മൾ ഒരു ഉരുളി എടുത്ത് ചൂടാക്കുന്നുണ്ട്. നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇലയട അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ നന്നായി ചൂടായിട്ടിരിക്കുന്ന കാരണം നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വശം പാകമായി കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാവുന്നതാണ്. കണ്ടോ, നമ്മളത് മറിച്ചിടുകയാണ്. അത് ഒരു വശം നമുക്ക് പാകമായെന്ന് നമുക്ക് ആ ഇലയുടെ ആ സൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പിന്നെ ഇല മാവിൽ നിന്ന് നല്ല പോലെ വിട്ടിരിക്കുന്നു. കണ്ടോ, ഈ ഒരു വിടുന്ന പ്രായമാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡും ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇല വിട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇലയട റെഡി ആയിരിക്കുകയാണ്. കൂടെ നല്ലൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ആർക്കൊക്കെയാണ് ഇലയട ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റി ആയിട്ടുള്ള
നല്ല സൂപ്പറായിട്ടുള്ള നല്ല മധുരമുള്ള ഇലയട ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.